ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കോർ പേപ്പർ 1 പ്രോസിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺ സെറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് നോക്കാം. ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ചാപ്റ്റർ എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കോമഡികളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? സിനിമയിലായാലും അതുപോലെ ഈ കമ്പ്യൂട്ടർ ചാനലുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് കോമഡികൾ കാണാറുണ്ട്. നമ്മൾ ഒരുപാട് ചിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ കോമഡികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും വന്ന ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാണ് നമുക്ക് കോമഡി ആയിട്ട് തോന്നാറുള്ളത് അല്ലേ? നമ്മൾ വീണാൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നാറില്ല, പക്ഷെ മറ്റൊരാൾ വീഴുമ്പോഴാണ് നമുക്കത് കോമഡി ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ എന്താണ് ഈ നമുക്ക് നമ്മളുടെ ഇൻകൺവീനിയൻസ് കോമഡി ആക്കിയാൽ എന്താണ്? അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി പറ്റും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവരത് വളരെ ലാഘവത്തോടുകൂടെ വളരെ കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പാരഡോക്സ് ആയിട്ട് അവരെടുത്ത് വളരെ സീരിയസ് ഒന്നും ഇല്ലാതെ തന്നെ അതിനെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യും. അതേസമയം ചിലരങ്ങനെയല്ല, ചിലരത് വലിയ സീരിയസ് ആക്കി എടുത്തിട്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഓദർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോസിൻ്റെ ഓദർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, GK ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന എസ്സൈസ്റ്റ് ആണ്. ഹൗ മെനി തിങ്സ് ആർ വ്യൂഡ് ഡിപ്പെൻഡ് അപ്പോൺ വൺസ് ഓൺ ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ. നമ്മളുടെ ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിനാണ് നമ്മൾ എന്താണ് കാണുന്നത്, നമ്മളുടെ ഇമോഷൻ അതിനോട് ആ ഒരു പ്രവർത്തനത്തോടുള്ള നമ്മുടെ ഇമോഷൻ എന്താണ്. ദേഷ്യമാണ് നമ്മുടെ ഇമോഷൻ എങ്കിൽ നമുക്ക് ആ ദേഷ്യമായിട്ട് തന്നെ മാറുള്ളൂ. കോമഡിയാണ് നമ്മളുടെ ഇമോഷൻ എങ്കിൽ കോമഡി ആവും, സന്തോഷമാണെങ്കിൽ സന്തോഷമാവും. അപ്പോൾ നമ്മളുടെ ഇമോഷനാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ഓൾ അവർ അനേൺസ് ആർ സ്മോൾ ഇൻകൺവീനിയൻസ്. നമുക്ക് ചില അലോസരങ്ങളൊക്കെ ജീവിതത്തിൽ വരും. അതൊക്കെ നമ്മളുടെ ചെറിയ ഇൻകൺവീനിയൻസുകളാണ്. അസൗകര്യങ്ങൾ എന്ന് പറയും ഇൻകൺവീനിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ സൗകര്യപ്രദമായി പോകുമ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യം വരിക. നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൂട്ട കടിക്കുക, അപ്പോൾ നമുക്കൊരു അസൗകര്യം വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ വളരെ സന്തോഷമായിട്ട് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് ഈ ഇതിലൂടെ ചെസ്റ്റർട്ടൺ പറയുന്നത്. ദിസ് എസ്സേ സെർവ്സ് ദ ബെസ്റ്റ് ഇലിസ്ട്രേഷൻ ടു പ്രൂവ് ദിസ് വ്യൂ. അപ്പോൾ ഈ വ്യൂ എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും? ഇതിൽ പ്ലാൻ ഓഫ് സ്റ്റഡിയിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഓദറിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്, അതിനെ പിന്നെ നമ്മുടെ കഥയുടെ സിനോപ്സിസ്. കഥ നമുക്ക് വായിക്കാം, ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ആ കഥ മൊത്തമായിട്ട്, കഥയല്ല ഇത് എസ്സേ ആണ്, എസ്സേ മൊത്തമായിട്ട് വായിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സംഗ്രഹമാണ് നമുക്കിവിടെ തരിക. അത് പിന്നെ ആക്ടിവിറ്റീസും. അപ്പം നമുക്ക് ഓദറിനെ പറ്റി, ഓദർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പം GK എന്ന് പറയുന്ന ഗിൽബർട്ട് കീത്ത് ചെസ്റ്റർട്ടൺ 29 മെയ് 1874 മുതൽ അതുപോലെ 14 ജൂൺ 1936 വരെ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. വാസ് ഇൻഫ്ലുവൻഷ്യൽ ഇംഗ്ലീഷ് റൈറ്റർ ഓഫ് ഏർലി 20th സെഞ്ചുറി. അപ്പം 20ാം നൂറ്റാണ്ട് ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച ഒരു മഹാനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഹിസ് പ്രൊലിഫിക് ആൻഡ് ഡിസേർവ് ഔട്ട്പുട്ട് ഇൻക്ലൂഡ് ജേർണലിസം, ഫിലോസഫി, പോയട്രി, ബയോഗ്രഫി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയറ്റിക് ടാലൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഏതൊക്കെ ഫീൽഡിൽ കാണാൻ വേണ്ടി പറ്റിയായിരുന്നു? പത്രപ്രവർത്തനം, അതുപോലെ ഫിലോസഫിയിൽ, പോയട്രി രചനകളിൽ, ബയോഗ്രഫികളിൽ, അതുപോലെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ പശ്ചാത്താപം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഫാൻറ്റസികളിൽ, അതുപോലെ ഡിറ്റക്റ്റീവ് ഫിക്ഷനുകളിലൊക്കെ ഇത് കാണാൻ വേണ്ടി കഴിഞ്ഞു. ബോൺ ഇൻ ദ ക്യാംഡൻ ഹിൽ, കെൻസിങ്ടൺ, ലണ്ടൻ. അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ക്യാംഡൻ എന്ന് പറയുന്ന, ക്യാംഡൻ ഹില്ലിലാണ് അദ്ദേഹം ജനിച്ചത്. കെൻസിങ്ടണിലെ, ലണ്ടനിലുള്ള കെൻസിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെ ക്യാംഡൻ ഹില്ല്. ചെസ്റ്റർട്ടൺ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് സെൻറ്റ് പോൾസ് സ്കൂൾ. സെൻറ്റ് പോൾസ് സ്കൂളിൽ ആ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു. ഹി അറ്റൻഡഡ് ദ സ്കൂൾ സ്ലേഡ് സ്കൂൾ ഓഫ് ആർട്ട് ഇൻ ഓർഡർ ടു ബിക്കം ആൻ ഇല്ലുസ്ട്രേറ്റർ ആൻഡ് ഓൾസോ ടു ലിറ്ററേച്ചർ ക്ലാസ്സസ് അറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ലിറ്ററേച്ചറിൽ ക്ലാസ് എടുത്ത ആളാണ്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. സ്ലൈഡ് സ്കൂളിലാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പഠിച്ചത്. ബട്ട് ഡിഡ് നോട്ട് കംപ്ലീറ്റ് ഹിസ് ഡിഗ്രി അറ്റ് ഐദർ. ഡിഗ്രി ഒന്നും കഴിഞ്ഞിട്ടില്ല അദ്ദേഹം. 1896 ചെസ്റ്റർട്ടൺ ബിഗാൻ വർക്കിംഗ് ഫോർ ദ ലണ്ടൻ പബ്ലിഷർ റെഡ്വേ.
റെഡ് വേക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി. റെഡ് വേ എന്ന് പറയുന്ന പിന്നെ ഇതിന് വേണ്ടിയിട്ട് മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതാൻ തുടങ്ങി. ആൻഡ് ടി ഫിഷർ അൺവെയിൻ വേർ ഹി റിമൈൻഡ് അൻറ്റിൽ 1902 വരെ അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തത്. ഡ്യൂറിങ് ഹിസ് പീരീഡ് ഈ ഓൾസോ അണ്ടർടുക്ക് ഹിസ് ഫസ്റ്റ് ജേർണലിസ്റ്റിക് വർക്ക് ആസ് എ ഫ്രീലാൻസ് ആർട്ട് ആൻഡ് ലിറ്റററി ക്രിട്ടിക്. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് അദ്ദേഹം ജേർണലിസം, ഫ്രീലാൻസ് ആർട്ടും അതുപോലെ ജേർണലിസ്റ്റുമായിട്ട് അദ്ദേഹം പിന്നീട് വർക്ക് ചെയ്തു. ഇൻ 1901 ഹി മാരീഡ് ഫ്രാൻസിസ് ബ്ലോഗ്. അപ്പോൾ ഫ്രാൻസിസ് ബ്ലോഗിനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ടു ഹും ഹി റിമൈൻഡ് മാരീഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. പിന്നീട് ജീവിതകാലം മുഴുവൻ സഖിയായിട്ട് അവരായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രാൻസിസ് ബ്ലോഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1902 ഹി വാസ് ഗിവൺ എ വീക്ക്ലി ഒപ്പീനിയൻ കോളം ഇൻ ദ ഡെയിലി ന്യൂസ്. അപ്പോൾ ഡെയിലി ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം ഒരു വീക്ക്ലി ഒപ്പീനിയൻ നടത്തിക്കൊണ്ടിരുന്നു. നമുക്കറിയാം അല്ലേ, കോളമിസ്റ്റുകളൊക്കെ ആഴ്ചയ്ക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പത്രത്തിൽ ഇങ്ങനെ എഴുതും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെയാണ് കോളമിസ്റ്റ് എന്ന് പറയുന്നത്. ഫോളോഡ് ഇൻ 1905 ബൈ വീക്ക്ലി കോളം ഇൻ ദ ഇലിസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ്. അപ്പോൾ ലണ്ടൻ ന്യൂസിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫോർ വിച്ച് ഹി വുഡ് കണ്ടിന്യൂ ടു റൈറ്റ് ഫോർ ദ നെക്സ്റ്റ് 30 years. അങ്ങനെ ഏകദേശം 10-30 വർഷക്കാലം ഇതിലേക്ക് കോളമിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ചെസ്റ്റർട്ടൺ, ആസ് എ യങ് മാൻ ഹി ബിക്കെയിം ഫാസിനേറ്റഡ് വിത്ത് ദ ഒക്കൾട്ട്. ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രേതം, ഭൂതം, അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം, ഇതിലൊക്കെ വിശ്വാസമുള്ള ആളുകളെയാണ് ഒക്കൾട്ട് എന്ന് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അലോങ് വിത്ത് ഹിസ് ബ്രദർ സെസിൽ, അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു സെസിൽ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റഡ് വിത്ത് ഔജ ബോർഡ്. നമുക്കറിയാം ഓജ ബോർഡിൽ പിന്നെ ആത്മാക്കളെ വിളിച്ചെടുത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സയന്റിഫിക്കായി നോക്കി കഴിഞ്ഞാൽ അതൊന്നും ഒന്നുമല്ല. പിന്നെ ചില ആളുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹവർ as he grew older he became increasingly orthodox Christian. അപ്പോൾ ഓർത്തഡോക്സ് ആയിട്ടാണ് അദ്ദേഹം വളർന്നത്. culminating in his conversation to Roman Catholics in 1922 റോമൻ കത്തോലിക്സുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ചേർച്ച പ്രാപിക്കുകയാണ്. ചെസ്റ്റർട്ടൺ വാസ് എ ലാർജ് മാൻ. വലിയ ശരീരമുള്ള ഒരു മനുഷ്യനായിരുന്നു ചെസ്റ്റർട്ടൺ. ശരീരം ഉണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം. സ്റ്റാൻഡിങ് 6 feet 4 inches, 6 മുതൽ 6.4 ഇഞ്ച്, 6 അടിയും 4 ഇഞ്ചും 1.93 മീറ്റർ ആണ് ഉയരം. ആൻഡ് വെയിങ് അറൗണ്ട് 21 സ്റ്റോൺ, 134 കിലോ, അല്ലെങ്കിൽ ലണ്ടനിലൊക്കെയുള്ള അളവനുസരിച്ചാണ് 294 ലിംസ്. ഹിസ് ഗർത്ത് ഹാവ് റൈസ് ടു ദ ഫേമസ് അനക്ഡോട്ട്. അദ്ദേഹത്തിന് ഈ ബാഹുല്യം പല കാര്യങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ എ ലേഡി ഇൻ ലണ്ടൻ ആസ്ഡ് വൈ ഹി വാസ് ഇൻ ഔട്ട് അറ്റ് ദ ഫ്രണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധത്തിലൊന്നും പോകാത്തതെന്ന് ഒരിക്കലും ലണ്ടനിൽ വെച്ചിട്ട് ഒരു ലേഡി ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്. ഹി റിപ്ലൈഡ്, ഇഫ് യു ഗോ റൗണ്ട് ടു ദ സൈഡ് യു വിൽ സീ ദാറ്റ് ഐ ആം. അപ്പോൾ നിങ്ങൾ വാർ ഫ്രണ്ട് പോവുകയാണെങ്കിൽ എന്നെയും കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് അനദർ ഒക്കേഷൻ ഹി റിമാർക്ക്ഡ് ഹിസ് ഫ്രണ്ട് ജോർജ് ബെർണാഷോ. ഇപ്പോൾ ബെർണാഷോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയൊരു നാടകൃത്തായിരുന്നു, വലിയ ഫേമസ് ആയിട്ടുള്ളൊരു നാടകൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് ബെർണാഷോ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചെസ്റ്റർട്ടനോട് ചോദിച്ചു, ടു ലുക്ക് അറ്റ് യു എനി വൺ വുഡ് തിങ്ക് there was a famine in England. സോറി, ബെർണാഷായോട് ചെസ്റ്റർട്ടനാണ് പറയുന്നത്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ബെർണാഷ വളരെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ വലിയൊരു ക്ഷാമം വന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയുമെന്ന് ചെസ്റ്റർട്ടൻ പറഞ്ഞു. പക്ഷെ ബെർണാഷ എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹം ഒരു രസികനായിട്ടുള്ള എഴുത്തുകാരനാണ്. ടു ലക്ക് ഇറ്റ് യു എനി വൺ വുഡ് തിങ്ക് യു കോസ്ഡ് ഇറ്റ്. അപ്പം പറഞ്ഞത്, നിങ്ങളാണ് ഈ ക്ഷാമം വരുത്തി വെച്ചതെന്ന് ആളുകൾ നിങ്ങളെ കണ്ടാൽ പറയും. എന്ന് വെച്ചാൽ എല്ലാ തീറ്റയും നിങ്ങളായിരുന്നു തിന്നു തീർത്തതെന്ന് ആളുകൾ പറയുന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ബെർണാഷായ്ക്കും അതുപോലെ ചെസ്റ്റർട്ടനുള്ളത്. ഹി യൂഷ്വലി വോർ എ കേപ്പ് ആൻഡ് ക്രംബിൾഡ് ഹാറ്റ്. അദ്ദേഹത്തിന് ഒരു കാപ്പും അതുപോലെ ക്രംബിൾഡ് ഹാറ്റൊക്കെ ഉണ്ടായിരുന്നു. സോഡ് സ്റ്റിക്ക് ഇൻ ഹിസ് ഹാൻഡ്, കയ്യിലൊരു സോഡ് സ്റ്റിക്ക്. അതിൻ്റെ ഹാഡ് എ സിഗർ ഹാങ്ങിങ് ഔട്ട് ഓഫ് മൗത്ത്, വായിലൊരു സിഗരറ്റ് ഒക്കെ പുകച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. ഹി വുഡ് സംടൈംസ് ക്യാരി എ നൈഫ് ആൻഡ് എ ലോഡഡ് റിവോൾവർ. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടാവും, അത് ചിലപ്പോൾ ഒരു റിവോൾവർ ഉണ്ടാവും. ചെസ്റ്റർട്ടൺ ഓഫൺ ഫൊർഗോട്ട് വെയർ ഹി വാസ് സപ്പോസ്ഡ് ടു ബി ഗോയിങ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിരുന്നു ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം എവിടെ എത്തിയത്, എന്താ ചെയ്യുന്നതെന്നൊന്നും അദ്ദേഹത്തിന് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാം വേറെ എവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ മറന്നു പോകും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ആൻഡ് വുഡ് മിസ് ദ ട്രെയിൻ ദാറ്റ് വാസ് സപ്പോസ്ഡ് ടു ടേക്ക് ഹിം ദെയർ.
ചിലപ്പോൾ ട്രെയിനൊക്കെ മിസ്സാവും അയാൾക്ക്. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ഓൺ സെവറൽ ഒക്കേഷൻ ഹി സെൻഡ് ടെലഗ്രാം ടു ഹിസ് വൈഫ്. ചിലപ്പോൾ ഭാര്യയ്ക്ക് ടെലഗ്രാം അയക്കും അദ്ദേഹം. ഇങ്ങനെ വല്ല ഫ്രാൻസിസ് ബ്ലോഗ് ഫ്രം സം ഡിസ്റ്റൻറ്റ് ആൻഡ് ഇൻകറക്റ്റ് ലൊക്കേഷൻ, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ചെന്ന് തീരായിരിക്കും അദ്ദേഹം പറയുക. റൈറ്റിംഗ് സച്ച് തിങ്സ് ആസ് ആമറ്റ് മാർക്കറ്റ്, ഹാർബറോ മാർക്കറ്റിലാണ്, വേർ ഓട്ട് ഐ ടു ബി, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇവള് അവരെന്താ പറയുക, ഹോമിലേക്ക് നിന്ന് വീട്ടിലേക്ക് പോരാൻ പറയും. ഇപ്പോൾ ചെസ്റ്റർട്ടൺ ലവ്ഡ് ടു ഡിബേറ്റ് വളരെ ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. ഓഫൺ എൻഗേജിങ് ഇൻ ഫ്രണ്ട്ലി പബ്ലിക് ഡിസ്പ്യൂട്ട്സ് വിത്ത് സച്ച് മെൻ ആസ് ജോർജ് ബെർണാഡ് ഷാ പോലുള്ള വലിയ മനുഷ്യരുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകളൊക്കെ ഉണ്ടായിരുന്നത്, വാദപ്രതിവാദങ്ങൾ. H.G. വെൽസ്, അതുപോലെ ബെട്രാൻഡ് റസൽ, വലിയ എഴുത്തുകാരായിരുന്നു. ക്ലറൻസ് ഡാരോ. അക്കോർഡിംഗ് ടു ഹിസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ആത്മകഥ നോക്കുകയാണെങ്കിൽ, ഹി ആൻഡ് ഷാ പ്ലേഡ് കൗബോയ്സ് ഇൻ ദ സൈലന്റ് മൂവീസ് ദാറ്റ് വാസ് നെവർ റിലീസ്ഡ്. അവർ അഭിനയത്തിലും ഉണ്ടായിരുന്നു ഷായും അദ്ദേഹമൊക്കെ, പക്ഷെ അതും ആ മൂവിയൊന്നും എന്തായിട്ടില്ല, റിലീസായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ചെസ്റ്റർട്ടൺ ഡൈഡ് ഓൺ 14 ജൂൺ 1936. അങ്ങനെ 1936 അദ്ദേഹം മരണമടയുന്നത്. അറ്റ് ഹിസ് ഹോം അറ്റ് ബീക്കൺസ്ഫീൽഡ്. അപ്പോൾ ബീക്കൺസ്ഫീൽഡിലുള്ള വീട്ടിൽ, ബക്കിംഗ്ഹാംഷെയറിലാണ്, വലിയ പോയറ്റുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ബക്കിംഗ്ഹാംഷെയർ. ഈ സോമലി അറ്റ് ചെസ്റ്റർട്ടൺസ് റിക്വയം മാസ് അറ്റ് വെബ്മിനിസ്റ്റർ കത്തീഡ്രൽ ലണ്ടൻ വാസ് ഡെലിവേർഡ് ബൈ റൊണാൾഡ് നോക്സ്. ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ റൊണാൾഡ് നോക്സ് ആണ് ഹോമിലി ആയിട്ടുള്ള റൊണാൾഡ് നോക്സിൻ അദ്ദേഹവും അതുപോലെ അവിടെയാണ് അദ്ദേഹത്തിനെ ദഹിപ്പിച്ചത്. ഹി ഈസ് ബറീഡ് ഇൻ ബീക്കൺസ്ഫീൽഡ് ഇൻ കാത്തലിക് സെമിട്രി. അങ്ങനെ കാത്തലിക് സെമിട്രിയിൽ അദ്ദേഹം ബറി ചെയ്യപ്പെട്ടു, ദഹിപ്പിച്ചു. ചെസ്റ്റർട്ടൺസ് എസ്റ്റേറ്റ് വാസ് പ്രൊബേറ്റഡ് അറ്റ് 28,389 പൗണ്ട്സ് സ്റ്റെർലിംഗ്. അപ്പോൾ ഈ പൗണ്ട്സിന് അദ്ദേഹത്തിൻ്റെ ഈ എസ്റ്റേറ്റ് എന്ത് ചെയ്തു, പ്രൊബേറ്റ് ചെയ്യപ്പെട്ടു, എഴുതി കൊടുത്തു, ദാനം. അപ്രോക്സിമേറ്റ്ലി ഈക്വലൻ ടു 1.3 മില്യൺ മോഡേൺ ടേംസ്. അപ്പോൾ 1.3 മില്യൺ ഉള്ള ഏകദേശം പിന്നെ അത്രയും സമ്പത്ത് വരുന്ന സംഭവമായിരുന്നു. ഇനി നമുക്ക് ഈ കഥയുടെ സിനോപ്സിസ് നോക്കാം, സംഗ്രഹം എന്താണെന്ന്. ചെസ്റ്റർട്ടൺ ഹാസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ടു ദ ടേം പാരഡോക്സ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ പാരഡോക്സ്, വിരോധാഭാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചെസ്റ്റർട്ടൺ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ചെസ്റ്റർട്ടൺ, പാരഡോക്സ് ഈസ് ഇന്റലക്ച്വൽ റാദർ ദാൻ ഇമോഷണൽ. എന്താണ് പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂർഖൻ കടിച്ചാൽ നല്ല സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മൂർഖൻ കടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതൊരു പാരഡോക്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മീനിങ് ആയിരിക്കില്ല അതിനുണ്ടാവുക. നമ്മൾ വാക്യാർത്ഥത്തിൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അതേസമയം അതിൻ്റെ ഇന്റർ മീനിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനെയാണ് ശരിക്കും വിരോധാഭാസം എന്ന് പറയുന്നത്. അത് ഇന്റലക്ച്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് പാരഡോക്സുകൾ. അത് ഇമോഷണലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ക്ലവർ റാദർ ദാൻ പ്രൊഫൗണ്ട്. അത് വളരെ ക്ലവർ ആയിരിക്കണം, സാമർത്ഥ്യമുള്ളവന് മാത്രമേ അത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. ചില വിറ്റുകളൊക്കെ ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല, പക്ഷെ മനസ്സിലാവേണ്ടവന് മനസ്സിലാവും. അതാണ് പാരഡോക്സിന്റെ പ്രത്യേകത. റാദർ ദാൻ പ്രൊഫൗണ്ട്, അത് വലിയ ഉദാത്തമായ മൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാവും. റേഷണൽ റാദർ ദാൻ ഇറേഷണൽ, അതുപോലെ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇറേഷണൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല, ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ദിസ് ഈസ് എ പീസ് ഓഫ് ഫിലോസഫിക് എസൻസ് വിച്ച് ഈസ് ഷോൺ ത്രൂ എ സിമ്പിൾ കോൺസെപ്ഷൻ ബൈ ചെസ്റ്റർട്ടൺ. ഇപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? പീസ് ഓഫ് ഫിലോസഫിക് ആയിട്ടുള്ള ഒരു എസ് ആണ്. വി ക്യാൻ സി എ ലൈറ്റ് we can see a slight shadow of Epicureanism here as Chesterton felt sorrow as he could not see flooded London. ഇപ്പോൾ എപ്പിക്യൂറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു എപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ BC കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള ചില ഫിലോസഫികളാണ് എപ്പിക്യൂറിയനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ പറ്റിയിട്ടും അത് നേടുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു എപ്പിക്യൂറിയനിസ്റ്റിക് ചിന്താഗതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്തെന്ന്? ലണ്ടൻ ഫ്ലഡ് ആയപ്പോൾ എനിക്ക് അവിടെ വരാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുന്നു. ഇമാജിനേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പാർട്ടിക്കുലർ എസ്സേ. ഇമാജിനേഷൻ ഈ എസ്സേയിൽ ഒരുപാട് ഇമാജിനേഷൻസിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ പറ്റും.
ബട്ട് റിയലിസം ഓൾസോ ഡിസേർവ്സ് ഇറ്റ്സ് ഓൺ പ്ലേസ് ഇൻ ഹിസ് എസ്സേ. പക്ഷേ ഇമാജിനേറ്റീവ് മാത്രമല്ല, അതിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു എസ്സേയിലുണ്ട്. Chesterton is having a special talent to convince his readers by showing simple and common എക്സാമ്പിൾസ് ഓഫ് ഡേ ടു ഡേ ലൈഫ്. അതുപോലെ തന്നെ റിയലിസത്തിന് പുറമെ എക്സാമ്പിൾ, ദൈനംദിന ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾക്ക് റീഡേഴ്സിനെ ബോധ്യപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് വലിയ സാമാന്യമായ കഴിവുണ്ട്. He may face many problems and inconvenience. We may face many problems and inconvenience in our daily life. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അസൗകര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ബട്ട് ഇഫ് യു ഫേസ് ദോസ് വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പക്ഷെ നമ്മൾ അവയെ എന്തിൽ കണക്കാക്കണം? വളരെ പോസിറ്റീവായി എടുക്കാൻ. വി ക്യാൻ റെഡ്യൂസ് ദ ഡെപ്ത് ഓഫ് ദ കോൺസിക്വൻസസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ പരിണിത ഫലങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ആവും. അപ്പം നമ്മൾ ചില ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലോകത്ത് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ എന്ന രീതിയിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. പക്ഷെ അതൊരു ഏത് രീതിയിൽ എടുക്കണം? ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. GK ചെസ്റ്റേർട്ടൺസ് ലിറ്റിൽ എസ്സേ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ്. അപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പാഠഭാഗം അത് തന്നെയാണ്. റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്ന് പറയുന്നത് എസ്സേ ആണ്. ഈസ് റിയലി പെർഫെക്റ്റ് ലാംഗ്വേജ് ഹാറ്റ് ലിങ്ക്. ഹാറ്റുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു സംഭവമാണ്. നോട്ട് ഓൺലി ഈസ് അബൌട്ട് ഹാറ്റ്സ്, പക്ഷേ ഇത് എന്തിനെ പറ്റിയല്ല? തൊപ്പികളെ പറ്റിയല്ല പഠിപ്പിക്കുന്നത്. നോട്ട് ഓൺലി ഡസ് ഇറ്റ് എക്സ്പ്രസ് എ വെരി വെൽ ദ ബേസിക് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ്, ബട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈഫിനോടുള്ള നമ്മളുടെ സമീപനം എന്തായിരിക്കണം എന്നാണ് ഈ എസ്സേയിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ബട്ട് വിത്തിൻ ദ ഫോൾഡ് ഇറ്റ് ഈസ് നെസ്റ്റഡ് വെരി പേൾ ഓഫ് ലിംഗ്വിസ്റ്റിക് ചേഞ്ച് അറ്റ് വർക്ക്. അപ്പം വളരെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇത് എന്താണ് പറയുക, ബട്ട് വിത്തിൻ ദ ഫോൾഡ്സ് ഓഫ് നെസ്റ്റൽഡ്. അദ്ദേഹം അതിനെ ഒരു കൂട്ടിൽ എന്ന പോലെ അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെരി പേൾ ഓഫ് ലിംഗ്വിസ്റ്റിക് ചേഞ്ച്. നമ്മളുടെ ജീവിതത്തിൽ ആ ലിംഗ്വിസ്റ്റിക് ചേഞ്ച് എങ്ങനെ വരുത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ദ 2 പാരഗ്രാഫ് ദാറ്റ് ഗേവ് ദ എസ്സേ ഇറ്റ്സ് നെയിം ബിഗിൻ വണ്ടർഫുള്ളി. ഫോർ ഇൻസ്റ്റൻസ്, ദർ ഈസ് എ കറന്റ് ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഈസ് ദ അൺപ്ലസന്റ് ടു ഹാവ് റൺ ആഫ്റ്റർ വൺസ് ഹാറ്റ്. അപ്പോൾ ഇതിലെ പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ എസ്സേയിൽ പറയുന്നത് എന്താണ്? ഒരാൾ തൊപ്പിയുടെ പുറകെ ഓടുക എന്ന് പറയുന്നത് അത്ര വലിയ രസകരമായ കാര്യമില്ല. വൈ ഷുഡ് ഇറ്റ് ബി അൺപ്ലസന്റ്? ഇത് ഇത്ര രസകരമില്ലാത്തതിന്റെ കാരണം എന്താണ്? ടു വെൽ ഓർഡേർഡ് ആൻഡ് പയസ് മൈൻഡ്. വലിയ പയസായിട്ടുള്ള വെൽ ഓർഡേർഡ് ആയിട്ടുള്ള മനസ്സുകൾക്കാണ് ഒരു തൊപ്പീൻ്റെ പിന്നിൽ ഓടുക എന്നൊക്കെ പറയുന്ന ഒരു നാണക്കേടായിട്ടും കുറച്ചിലായിട്ടൊക്കെ തോന്നും അല്ലേ? നമ്മൾ തൊപ്പി കാറ്റ് പറന്നു നമ്മൾ ഓടിപ്പോയി എടുക്കണം. മറ്റൊരാളുടെ തൊപ്പി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാനും പറ്റണം. പക്ഷെ ഇതൊന്നും വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സിന് ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. There is an idea that it is humiliating to run once after one's hat. അപ്പം ഭയങ്കര ഹ്യൂമിലേറ്റിംഗ് ആണ്, നാണക്കേടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആൻഡ് വെൻ പീപ്പിൾ സേ ഇറ്റ് ഈസ് ഹ്യൂമിലേറ്റിംഗ്, ദേ മീൻ ദാറ്റ് ഇറ്റ് ഈസ് കോമിക്. അപ്പോൾ ഹ്യൂമിലേറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ്? കോമിക്കാണെന്നും അവർ ചിന്തിക്കുന്നു. ഇറ്റ് ഈസ് certainly എ കോമിക്. പക്ഷേ ഇത് കോമിക് തന്നെയാണ്. എന്താണ് കോമിക് ആവാൻ കാരണം? ബട്ട് മാൻ ഈസ് എ വെരി കോമിക് ക്രിയേച്ചർ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കോമിക് തന്നെയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഡസ് ആർ കോമിക്. ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു കോമിക് പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മോസ്റ്റ് കോമിക് തിങ് എക്സാക്ട്ലി ദ തിങ്സ് ദാറ്റ് വി മോസ്റ്റ് വർത്ത് ഡൂയിങ് സച്ച് ആസ് മേക്കിംഗ് ലവ്. അതുപോലെ സ്നേഹം എന്ന് പറയുന്നതും ഒരു കോമിക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൊമേഡിയനെ പോലെ അല്ലെങ്കിൽ ഒരു കോമിക്കാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും വലിയ കരളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്നേഹവും പ്രണയമൊക്കെ പറയും. അവസാനം എന്ത് ചെയ്യും? വളരെ പുഷ്പം പോലെ അതില്ലാതാവുന്ന സമയത്തും നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യും? വലിയ പ്രാധാന്യം കൊടുക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഇനി ഫ്ലഡ് ഇൻ ലണ്ടനിലെ ഫ്ലഡിനെ പറ്റിയിട്ട് അദ്ദേഹം ഈ എസ്സേയിൽ പ്രതിപാദിക്കുന്നുണ്ട്. GK Chesterton rigorous his substance when London was flooded. ലണ്ടൻ മുഴുവൻ ഫ്ലഡഡ് ആയപ്പോൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്താണ് അവിടെ അദ്ദേഹം ഇല്ലാതായിപ്പോയി, അതിന് അദ്ദേഹം വിഷമിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇയാൾ എന്ത് മനുഷ്യനാ? വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഹിസ് നേറ്റീവ് ടൗൺ ബറ്റേഴ്സ വാസ് ബൈ ഇറ്റ് സെൽഫ് ബ്യൂട്ടിഫുൾ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ടൗണായ
ബെറ്റേഴ്സ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി കാണും. ദ അഡീഷണൽ സ്പ്ലെൻഡർ ഓഫ് ഫ്ലഡ് വാട്ടേഴ്സ് മസ്റ്റ് ഹാവ് മെയ്ഡ് ഇറ്റ്സ് ലാൻഡ്സ്കേപ്പ് ഇൻകമ്പയറബിൾ. ഇൻകമ്പയറബിൾ, മറ്റൊന്നിനോട് ഉപമിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിരിക്കും വെള്ളം കയറിയ ലണ്ടൻ എന്ന് പറയുന്നത്. ബെറ്റേഴ്സ വുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് വെനീസ്. വെനീസ് പോലെ പല ദ്വീപുകളായിട്ട് ബെറ്റേഴ്സ കാണപ്പെടും. ലണ്ടൻ ഷുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ലണ്ടൻ മുഴുവൻ എന്തായിരിക്കും, ഒരു കടലിലുള്ള കുറേ എന്താണ് ദ്വീപുകളെ പോലെ കാണപ്പെടും. He could imagine that boats that have meant moving gracefully like gondolas. ഗോണ്ടാൾസ് പോലെ, ഗോണ്ടാൾസ് ഒരു ബോട്ടാണ്, ഒരു പ്രത്യേക ടൈപ്പ്. ആ ബോട്ടുകൾ പോലെ ബോട്ടുകൾ അങ്ങനെ മൂവ് ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും കാണാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാജിൻഡ് ദ ഗ്രീൻ ഗ്രോസർ വുഡ് ബ്രോഡ് വെജിറ്റബിൾ ലീനിങ് അപ്പോൺ ദ ഓർസ് വിത്ത് ഗ്രേസ് ഓഫ് ഗോണ്ടലേഴ്സ്. അദ്ദേഹത്തിന്റെ ഗോണ്ടലേഴ്സിൽ വെജിറ്റബിളൊക്കെ ആയിട്ട് ഈ ഗ്രീൻ ഗ്രോസർ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരു സാഡിസ്റ്റാണ് അദ്ദേഹം, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഈ ബാക്കി ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആ ചിന്താഗതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇൻകൺവീനിയൻസ് റീഫൈൻഡ്. അപ്പൊ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ചെസ്റ്റർട്ടൺ ഹാവിംഗ് റൊമാൻറ്റിക് വ്യൂസ് ഓഫ് ഇൻകൺവീനിയൻസ് ലൈക്ക് ഫ്ലഡ് ഓർ ഫയർ ഈസ് പോസിബിൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫ്ലഡ് കയറിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫ്ലഡിന് നമുക്ക് വിഷമിച്ച് കൊണ്ട് ഒഴിവാക്കാനും പറ്റില്ല, അതുപോലെ ഫയർ പിടിച്ചു കഴിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, ദ ട്രൂ ഒപ്റ്റിമിസ്റ്റ് സീസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എൻജോയ്മെന്റ് ഇൻ ദം. അപ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണ് ചെയ്യുന്നതിനെ, അതിനെ ആസ്വദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണ് അതിൽ പ്രായോഗികമായിട്ട് നമുക്ക് ബുദ്ധിപരമായ കാര്യം. He is as logical and much more sensible than taxpayers for whom it is an opportunity to grumble. അപ്പൊ ഈ പിറുപിറുക്കാനും ശപിക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ, ടാക്സ് അടയ്ക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പിറുപിറുക്കാനുള്ള ഒരു സമയമാണെങ്കിൽ, ഇത് വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാനുള്ള സമയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഇൻകൺവീനിയൻസ് വിച്ച് മേക്ക് മെൻ സിയർ ആൻഡ് വുമൺ ക്രൈ ആർ സെന്റിമെന്റൽ. സ്ത്രീകളും ആണുങ്ങൾ എന്താണ് ശപിക്കുകയും അതുപോലെ പെണ്ണുങ്ങൾ കരയുകയും ചെയ്യുന്നതൊക്കെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹൗ തിങ്സ് ആർ വ്യൂഡ് ഡിപ്പെൻഡ് അപ്പോൺ വൺസ് ഓൺ ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ നമ്മളുടെ ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ സിറ്റുവേഷൻസിനും എന്തെങ്കിലും മാറ്റം വരും. ഓൾ ഓഫ് അവർ അനോയൻസ് ആർ സ്മോൾ ഇൻകൺവീനിയൻസസ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അലോസരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ഇനി വേറൊരു കാര്യങ്ങളെ പറ്റി ഒരു ഡെയിലി ലൈഫിലെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ. ദ ഓതർ എക്സ്പ്ലെയിൻസ് വിത്ത് എ സോഴ്സ് ഓഫ് പ്ലഷർ എന്നാണ് അദ്ദേഹം പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബോറടിയുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയും നമ്മൾ, റെയിൽവേ സ്റ്റേഷൻ അല്ലേ. The author explains with the example that inconvenience are things of the mind. മനസ്സിന്റെ ചില പ്രശ്നങ്ങളാണ് ഇൻകൺവീനിയൻസ്. ഗ്രോൺ അപ്പ് പീപ്പിൾ കംപ്ലൈൻ ഓഫ് ഹാങ്ങിങ് അബൌട്ട് ദ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിപ്പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് വലിയ ആളുകൾ പറയുക. വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ. It is not so with a boy whom the railway station is a palace of wonder and pleasure. അതേസമയം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ സ്റ്റേഷൻ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പാലസ് ഒക്കെ ഒരു കൊട്ടാരം പോലെ അല്ലേ. പ്ലഷേഴ്സിന്റെയും വണ്ടേഴ്സിനും അത്ഭുതങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒരു വലിയ കൊട്ടാരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കുട്ടിക്ക് തോന്നുന്നത്. അതൊരു 10 years ബോയ്. ദ റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് ഓഫ് ദ സിഗ്നൽ ആർ ലൈക്ക് ന്യൂ സൺ ആൻഡ് എ മൂൺ. നമ്മൾ ആ റെഡ് ലൈറ്റും അതുപോലെ ആ ഗ്രീൻ ലൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കല്ല, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു സൂര്യനും പുതിയൊരു ചന്ദ്രനൊക്കെ ആയിട്ട് കുട്ടിക്ക് അനുഭവപ്പെടും. ദ വുഡൻ ആം ഓഫ് ദ സിഗ്നൽ ഫാളിംഗ് ഡൗൺ അപ്പിയേഴ്സ് ടു ഹിം ആസ് ഇഫ് ഗ്രേറ്റ് കിങ് ഈസ് ത്രോയിങ് ഡൗൺ ഹിസ് സ്റ്റാഫ് ടു സ്റ്റാർട്ട് ഷീക്കിംഗ് ടൂർണമെന്റ്സ് ഓഫ് ട്രെയിൻസ്. അപ്പൊ ട്രെയിൻസിന്റെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവ് തന്റെ ഭടന്മാരെ നിയോഗിച്ചുകൊണ്ട് കൈകൾ ഉയർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റാർട്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് തോന്നും എന്ത് കണ്ടു കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനിലെ ആ വുഡനാം കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ദ ഓതർ ഹിംസെൽഫ് ഹാഡ് സ്പെൻഡ് ഹിസ് പെർപ്പിൾ അവേഴ്സ് അറ്റ് ക്ലാംഫാം ജംഗ്ഷൻ. അപ്പോൾ ക്ലാംഫാം ജംഗ്ഷനിൽ അദ്ദേഹം ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ ഇതേപോലെ ചെലവഴിച്ചിട്ടുണ്ട്. ഇനി മെനി മൂഡ്സ്, പല മൂഡുകളിൽ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഈ വാസ് if he were to be there now, he would have noticed it only after water had come up to waist. അപ്പൊ അദ്ദേഹം ഇപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ലണ്ടൻ ഏതായാലും വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയാണ് അല്ലേ. വെള്ളം ഇങ്ങനെ പൊന്തി അദ്ദേഹത്തിന് അരവരെ വെള്ളം എത്തിയാലേ അദ്ദേഹം ബോധവാനാകൂ, ഞാനിവിടെ വെള്ളപ്പൊക്കത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധവാനാവുള്ളൂ. അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണകോൺ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് അൺപ്ലസന്റ് ടു റൺ ആഫ്റ്റർ വൺ സൈറ്റ്. റണ്ണിങ് ആഫ്റ്റർ വൺ സൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ ഹാറ്റിന്റെ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് അൺപ്ലസന്റ് ടു ദ വെൽ ഓർഡേർഡ് ആൻഡ് പയസ് മൈൻഡ്.
നല്ല വലിയ വലിയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് റണ്ണിങ് എക്സ്ഹോസ്റ്റ് എനർജി ബട്ട് ഇറ്റ് ഈസ് കോമിക്. എന്തുകൊണ്ടാണ്? എനർജി കളയുന്നതുകൊണ്ടല്ല, ഇതൊരു കോമിക് ആയതുകൊണ്ടാണ് ആൾക്കാർ അതിനോട് ഇഷ്ടപ്പെടാത്തത്. കോമിക്കാണ്. അതുപോലെ തന്നെ പീപ്പിൾ ഹൂ വുഡ് നോട്ട് റൺ ആഫ്റ്റർ വൺ സാറ്റ് ഈഗർലി റൺ ആഫ്റ്റർ എ ഡൾ ലെതർ ബോൾ. അതേസമയം ഈ ഹാറ്റിന്റെ പിന്നാലെ ഓടാത്ത ആളുകൾ ഇവ എന്ത് ചെയ്യാറുണ്ട്? ലെതർ ബോളിന്റെ ബേക്കിൽ ഓടുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? കുറെ ആൾക്കാർ എന്താ കാൽപന്ത് കളി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫുട്ബോൾ കളി കണ്ടു കഴിഞ്ഞാൽ ഒരു പന്തിന്റെ ബേക്കിൽ എല്ലാവരും ഓടുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രസം ഉണ്ടാവില്ല. അതേസമയം വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നത്. അപ്പോൾ എനർജി, പീപ്പിൾ ഹൂ വുഡ് നോട്ട് റൺ ആഫ്റ്റർ ആഫ്റ്റർ എ ഹാറ്റ് ഈഗർലി റൺ ആഫ്റ്റർ ഡൾ. അപ്പോൾ ഒരു ഫുട്ബോൾ ബോളിന്റെയോ അതോ ക്രിക്കറ്റ് ബോളിന്റെയോ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് നമുക്ക് കോമിക്കായി തോന്നാറില്ല, കാരണം ഇതൊരു മത്സരത്തിന്റെ ഭാഗമായതുകൊണ്ട്. ചെസ്റ്റർട്ടൺ ഫീൽസ് ഇറ്റ് നോട്ട് കോമിക് ബിക്കോസ് മാൻ ഹിംസെൽഫ് ഈസ് എ കോമിക് ക്രിയേച്ചർ. മനുഷ്യൻ തന്നെ ഒരു കോമിക് ക്രിയേച്ചർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഹി ഡസ് ആർ കോമിക്. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോമിക് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാൻ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് ഈസ് നോട്ട് ഹാഫ് ആസ് റെഡിക്കുലസ് ആസ് മാൻ ഹു ഈസ് റണ്ണിങ് ആഫ്റ്റർ ഹിസ് വൈഫ്. ഇപ്പോൾ ഭാര്യന്റെ പിന്നിൽ ഓടുന്നതിന്റെ അത്രയൊന്നും എന്തല്ല മാനക്കേട് തോന്നേണ്ട കാര്യമില്ല ഒരു തൊപ്പിക്ക് പിന്നാലെ ഓടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എ ഹ്യൂമാനിറ്റേറിയൻ സ്പോർട്ട്. എ മാൻ റണ്ണിങ് ആഫ്റ്റർ ഹിസ് സൈറ്റ് വിത്ത് ദ മാൻലിയസ്റ്റ് ആർഡർ ആൻഡ് ജോയ് കുഡ് റിഗാർഡ് ഹിംസെൽഫ് ടു ബി ജോലി സ്പോർട്സ്മാൻ ചേസിങ് എ വൈൽഡ് ആനിമൽ. അപ്പോൾ ഒരു വൈൽഡ് ആനിമലിന്റെ പിന്നിൽ എന്ത് ചെയ്യാണ്, ഓടുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായി, ഈ പറഞ്ഞ ഹ്യൂമിലിയേഷൻ നമുക്ക് തോന്നില്ല. ചെസ്റ്റർട്ടൺ ബിലീവ്സ് ദാറ്റ് ഹാറ്റ് ഹണ്ടിങ് ഓൺ വിൻഡി ഡേയ്സ് വുഡ് ബി ദ സ്പോർട്ട് ഓഫ് ദ അപ്പർ ക്ലാസ്സസ് ഇൻ ഫ്യൂച്ചർ. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഈ ഹാറ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊപ്പി പിടുത്തം എന്ന് പറയുന്നത് ഒരു കളിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വുഡ് ബി എ സ്പോർട്ട് വിത്ത് ഹ്യൂമാനിറ്റേറിയനിസം. ആ സ്പോർട്സിൽ ഹ്യൂമാനിറ്റേറിയനിസം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. The hat hunters would feel that they were providing pleasure to the onlookers. കാഴ്ചക്കാർക്ക് ആഹ്ലാദം പകർന്നുകൊണ്ടാണ് അവർ ഈ ഹാറ്റ് ഹണ്ടിങ് നടത്തുന്നതെന്ന് അവർക്ക് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം വരാനുള്ള സാധ്യതകൾ ഏറെ വിദൂരമല്ലാതെ അദ്ദേഹം പറയുന്നു. ചെസ്റ്റർട്ടൺ തിങ്സ് ഓഫ് ഓൾഡ് ജെന്റിൽമാൻ ഹു റാൻ ആഫ്റ്റർ ഹിസ് ഹാറ്റ് ഇൻ ഹൈഡ് പാർക്ക്. ഹൈഡ് പാർക്കിൽ ഒരു ഓൾഡ് ജെന്റിൽമാൻ ഒരിക്കൽ ഇതേപോലെ തൊപ്പിക്ക് പിന്നാലെ പാഞ്ഞിരുന്നു. ഈ ഗേവ് അൺഅഫക്റ്റഡ് പ്ലഷർ ടു ദ ക്രൗഡ് ബൈ ഹിസ് എവരി ജസ്റ്റർ ആൻഡ് ബോഡി മൂവ്മെന്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റും അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സ് ഒക്കെ ആളുകൾക്ക് വളരെയധികം ആഹ്ലാദകരവുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആളുകളെ രസിപ്പിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. ചെസ്റ്റർട്ടൺ വാണ്ട്സ് us to have a romantic view on our domestic worries. അപ്പം നമ്മളുടെ സാധാരണ പ്രശ്നങ്ങളിൽ ഒരു റൊമാൻറ്റിക് വ്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. എ ജെന്റിൽമാൻ ട്രൈങ് ടു റിമൂവ് ഫ്ലൈ ഔട്ട് ഓഫ് ദ മിൽക്ക് ഓർ എ പീസ് ഓഫ് കോർക്ക് ഔട്ട് ഓഫ് എ ഗ്ലാസ് ഓഫ് വൈൻ ഷുഡ് തിങ്ക് അബൌട്ട് ദ പേഷ്യൻസ് ഓഫ് ദ ആംഗ്ലേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്റ്റഡ് അല്ലേ, ആംഗ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ എന്താ സംഭവിക്കുന്നുള്ള നോക്കാണ്ട് അവരിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു പേഷ്യൻസ് നമ്മൾ എന്തിൽ കാണിക്കുക? ഒരു ഈച്ചേനെ മിൽക്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മറിച്ച് കളയണം. പെട്ടെന്ന് മറിച്ചാൽ പാല് മുഴുവൻ പോയി പോകും. അതുപോലെ ഒരു കോർക്ക്, വൈനിൻ്റെ കോർക്ക് ഗ്ലാസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കോർക്ക് നമ്മൾ പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം, ചെറുതായി ചെരിച്ച് അത് ഒഴിച്ച് കളയണം. അപ്പോൾ അതിന് വലിയൊരു പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്. സം പീപ്പിൾ ആർ വറീഡ് ബിക്കോസ് ദെയർ ഡ്രോവേഴ്സ് ആർ ജാംഡ് ടൈറ്റ് ആൻഡ് ദേ കുഡ് നോട്ട് പുൾ ദം ഔട്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രോയർ ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കുകയാണ്, വലിച്ച് ഊരാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. വൺ ഓഫ് ദ ചെസ്റ്റർട്ടൺസ് ഫ്രണ്ട് ഹാഡ് ദിസ് ടിപ്പിക്കൽ വറി. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് ഇതേപോലെ പറഞ്ഞിരുന്നു. ഹി പോയിന്റഡ് ടു ഹിം ദാറ്റ് ഇറ്റ് വാസ് സോ ബിക്കോസ് ഓഫ് ഹിസ് അസംഷൻ ദാറ്റ് ഇറ്റ് കുഡ് കം ഔട്ട് ഈസിലി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഈസി ആയിട്ട് വരും എന്ന നമ്മളുടെ നിഗമനം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് വരാതാവുമ്പോൾ നമ്മളാകെ വറീഡാവുന്നത്. അങ്ങനെ വറീഡാവേണ്ട കാര്യമൊന്നുമില്ല. He suggested to him that he could imagine that he was pulling against a powerful enemy. അപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള എനിമീനെ വലിച്ചടയ്ക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. He might imagine he was tugging a lifeboat out of sea or pulling a fellow creature out of the ആൽഫിൻ ക്രീവാസ്. അപ്പോൾ ഒരു ലൈഫ് ബോട്ട്
തുഴഞ്ഞ് സീയിൽ നിന്ന് ലൈഫ് തോട്ട് തുഴഞ്ഞ് കരയിലേക്ക് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനോടൊരു ഭയങ്കര ആവേശമായിരിക്കും. അതുപോലെ തന്നെ ഈ മഞ്ഞ് മലകളിലൊക്കെ ആൽഫിൻ മലകളിലൊക്കെ ചില വിള്ളലുകൾ വരും. ആ വിള്ളലിലുള്ള ആൾ വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ വലിച്ച് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും. ഈ കുഡ് ഇമാജിൻ ഹിംസെൽഫ് യങ് ബോയ് എൻഗേജ്ഡ് ഇൻ എ ടഗ് ഓഫ് വാർ അപ്പോൾ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചും തമ്മിൽ ഒരു വടംവലി മത്സരം നടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഈ ട്രൗസേഴ്സ് അല്ലെങ്കിൽ ഈ എന്താണ് ഡ്രോയേഴ്സ് വലിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് വലിക്കാൻ പറ്റും. ദ ഓദർ ബിലീവ്സ് ഹിസ് അഡ്വൈസ് വുഡ് ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ. ഈ അഡ്വൈസ് വളരെ ഫെയ്ത്ത്ഫുൾ ആണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹി ഈസ് ഷുവർ ദാറ്റ് ഹിസ് ഫ്രണ്ട് വുഡ് പുൾ ദ ഡ്രോയർ വിത്ത് ഫോഴ്സ് അട്ടറിങ് എൻകറേജിങ് ബാറ്റിൽ ക്രൈസ് ടു ഹിം. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇതിൽ എന്ത് ചെയ്യും, ഇതേപോലെ ഫോഴ്സായിട്ട് ഒരു ബാറ്റിൽ നയിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. ചെസ്റ്റർട്ടൺ ഫീൽസ് ദാറ്റ് ഈവൻ ദ ഫ്ലഡ് ഇൻ ലണ്ടൻ മേ ബി എൻജോയ്ഡ് പീസ്ഫുള്ളി. ഇപ്പം ലണ്ടനിൽ ഇതേപോലെ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് ഇതേപോലെ എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫാൻസിഫുൾ ഓർ ഇൻക്രെഡിബിൾ ടു തിങ്ക് സോ. അപ്പോൾ അത് ഫാൻസിഫുൾ ഒന്നും അല്ല, അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇതിങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത്. ഇൻകൺവീനിയൻസ് ഈസ് ഒൺലി അൺഇമാജിനേറ്റീവ് ആൻഡ് ആക്സിഡൻ്റൽ ആസ്പെക്ട് ഓഫ് റിയലി റൊമാൻറ്റിക് സിറ്റുവേഷൻ. അപ്പോൾ ശരിക്കും റിയലി ആയിട്ട് റൊമാൻറ്റിക് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന റൊമാൻറ്റിക് സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്വഞ്ചർ എന്ന് പറയുന്നത്. ആൻഡ് അഡ്വഞ്ചർ ഈസ് ഒൺലി ആൻ ഇൻകൺവീനിയൻസ് റൈറ്റ്ലി കൺസിഡേർഡ്. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് വരും എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആ ഇൻകൺവീനിയൻസിലേക്ക് ചെന്ന് ചാടുന്നത്. അതിനെയാണ് നമ്മൾ അഡ്വഞ്ചർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. ആൻ ഇൻകൺവീനിയൻസ് ഈസ് ഒൺലി ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്. അതേസമയം ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ അസൗകര്യം എന്ന് പറയുന്ന കാര്യം എന്താണ്, ഒരു അഡ്വഞ്ചർ തന്നെയാണ്, പക്ഷേ റോങ്ലി കാണും. മറ്റേ റൈറ്റ്ലി കൺസിഡേർഡ് ആണ്, ഇത് റോങ്ലി കൺസിഡേർഡ് ആണ്. ശരിയായ രീതിയിൽ നമ്മൾ ധരിച്ചു വെച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്, മറ്റേത് ധരിച്ച് വെക്കാതെ നമുക്ക് ആക്സിഡൻ്റ് ആയിട്ട് മുന്നിൽ വന്ന് പെടുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഇൻകൺവീനിയൻസ് ഈസ് ഒൺലി അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്. ദ ഫ്ലഡ് ഹാവ് ഒൺലി ഇൻക്രീസ് ദ ബ്യൂട്ടി ഓഫ് ലണ്ടൻ. ഫ്ലഡ് ലണ്ടൻ്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മറിച്ച് ചിന്തിച്ചു എന്ന് വിചാരിച്ചിട്ട് ഫ്ലഡിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ദ റോമൻ കാത്തലിക് പ്രീസ്റ്റ് ഒബ്സർവ്ഡ് വൈൻ ഈസ് ഗുഡ് വിത്ത് എവരിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. വെള്ളം ഒഴികെ ബാക്കി എല്ലാത്തിനോട് കൂടിയും വൈന് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു റോമൻ കാത്തോലിക് പുരോഹിതൻ പറഞ്ഞത്. ചെസ്റ്റർട്ടൺ റിമാർക്സ് ദാറ്റ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. എന്താണ്, വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവരിത്തിങ് എക്സെപ്റ്റ് വൈൻ. വെള്ളം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളോടും ചേരും, പക്ഷേ വൈന് ഒഴികെ ബാക്കി ഏത് വസ്തുവിനോട് കൂടിയും ഗുഡാണ് എന്ന് നമ്മൾ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സിനോനൈംസ് പറഞ്ഞിട്ടുണ്ട്. ബറ്റേഴ്സിയ എന്ന് പറയുന്നത് ഏതാണ്, ലൊക്കാലിറ്റി, ലണ്ടൻ ലൊക്കാലിറ്റിയാണ്. ആർക്കിപിലേഗോ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഐലൻഡ്സ് ആണ്. ഷ്രീക്കിംഗ് എന്ന് പറയുന്നത് സ്ക്രീമിംഗ് ആണ്. പയസ്, ഡിവോട്ട്ലി റിലീജിയസ് ആർഡർ, എ ഫീലിംഗ് ഓഫ് സ്ട്രോങ് ഈഗർനെസ്. അതേപോലെ ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ട്രിൻ ദാറ്റ് പീപ്പിൾ ഡ്യൂട്ടി ടു പ്രൊമോട്ട് എന്താണ്, ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കണം മനുഷ്യൻ ഉണ്ടാവേണ്ടത്, മനുഷ്യന് വേണ്ടി ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി. ആംഗ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സം സ്കീംസ് ഓർ ഗെയിൻ ആൻഡ് അഡ്വാൻറ്റേജ്, ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ. അതിൽ ക്രിവാസസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫിഷർ, വലിയ കുഴികൾ, അതുപോലെ വലിയ എന്താണ് വിടവുകളൊക്കെ വലിയ ഈ മഞ്ഞുമലകളിലൊക്കെ കാണപ്പെടും. അതിനെയാണ് നമ്മൾ ക്രിവാസസ് എന്ന് പറയുന്നത്. അതുപോലെ GK ചെസ്റ്റർട്ടൺ ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിക്കുന്നത്. റിഗ്രറ്റ് ഹിസ് പേഷ്യൻസ് വെൻ ലണ്ടൻ വാസ് ഫ്ലഡഡ്. അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഫാൾസ് ആണ്. മോസ്റ്റ് ഇൻകൺവീനിയൻസ് വിച്ച് മേക്ക് മെൻ സ്വിയർ ആൻഡ് വുമൺ ക്രൈ ആർ സെന്റിമെന്റൽ. സെന്റിമെന്റലാണ് എല്ലാ ഇൻകൺവീനിയൻസും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് ശരിയാണ് അല്ലേ, എല്ലാം സെന്റിമെന്റലാണ്. സെന്റിമെന്റൽ ആയതുകൊണ്ടാണ്. ചെസ്റ്റർട്ടൺ ഫീൽസ് ഇറ്റ് കോമിക് ബിക്കോസ് മാൻ ഹിംസെൽഫ് ഈസ് എ കോമിക് ക്രീച്ചർ. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോമിക് ക്രീച്ചർ ആണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്. ശരിയാണ്. Chesterton believes that hat hunting on windy days would be a sport of the upper classes in the future. അപ്പോൾ ഭാവിയിൽ ഈ തൊപ്പിപിടുത്തം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ആയിട്ട് മാറിക്കൂടായികയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മളിപ്പോൾ 10 പുറകെ ഓടുക എന്ന് പറയുന്ന കോമിക് പരിപാടി ചെയ്യുന്നുണ്ട്, വൈഫിന് പുറകെ ഓടുക എന്ന് പറയുന്ന കോമിക് പരിപാടി, ഇങ്ങനെ ഒരുപാട് കോമിക് പരിപാടികൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പോർട്സ് ആയിട്ട് മാറിയേക്കാം. The author believes his advice would not have been ഫ്രൂട്ട്ഫുൾ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ഫ്രൂട്ട്ഫുൾ ആവുന്ന തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഫാൾസ് ആയിട്ടാണ് വരിക. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താണ്, ചെസ്റ്റർട്ടൺ ഡൈഡ് ഓൺ, ഏത് വർഷമാണ് മരണമടഞ്ഞത്, 1936 ജൂൺ
14-ാം തീയതിയാണ് അദ്ദേഹം മരണമടഞ്ഞത് അല്ലേ. അറ്റ് ഹിസ് ഹോം ബീക്കൺസ്ഫീൽഡ്, ബക്കിംഗ്ഹാംഷയറിലെ. ലണ്ടൻ ഷുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ആയിട്ട് നമുക്ക് തോന്നപ്പെടാം ഒരുപാട് ദ്വീപ് സമൂഹം. റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് ആണ് സിഗ്നൽ ആർ ലൈക്ക് ന്യൂ സൺ ആൻഡ് മൂൺ. അപ്പോൾ സണ്ണും ഗ്രീനും ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ചെസ്റ്റർട്ടൺ ഫീൽസ് ദാറ്റ് ഈവൻ ദ ഫ്ലഡ് ഇൻ മേ അപ്പോൾ എവിടെയുള്ള ഫ്ലഡാണ്? ലണ്ടനിലുള്ള. മേ ബി എൻജോയ്ഡ് പോയറ്റിക്കലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫീൽസ് ദാറ്റ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെസ്റ്റർട്ടൺസ് ഫീൽസ് ഇറ്റ് ഈസ് നോട്ട് കോമിക് ബിക്കോസ് മാൻ ഹിംസെൽഫ് ഈസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? കോമിക് ക്രീച്ചറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വൈ ഡിഡ് ദ ഓദർ റിഗ്രറ്റ്? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, ചെറിയ നമ്മളൊരു പാരഗ്രാഫായിട്ടൊക്കെ എഴുതണം. ഹിസ് ഹാവിങ് ബീൻ എവേ വെൻ ലണ്ടൻ വാസ് ഇൻ ഫ്ലഡ്. എന്തുകൊണ്ടാണ് അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം? ബ്യൂട്ടി കാണാൻ പറ്റിയില്ല, ലണ്ടനിലെ ബ്യൂട്ടി കാണാൻ പറ്റില്ല. അത് പാരഗ്രാഫ് അതേപോലെ എഴുതിയാൽ മതി. വാട്ട് ഡിഡ് ദ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഓദർ ടെൽ ദ ഓൾഡ് ജെന്റിൽമാൻ റണ്ണിങ് ആഫ്റ്റർ ഹിസ് ഹാറ്റ് ഹൈഡ്? ഇപ്പോൾ ഹൈഡ് പാർക്കിൽ ഇതേപോലെ എന്താണ് ഈ ഹാറ്റിനെ പുറകെ പറഞ്ഞ മനുഷ്യനോട് അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം ഏത് രീതിയിലാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് ഇതെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മറ്റുള്ള ഓൺലുക്കേഴ്സിന് അത് എൻജോയ്മെൻ്റ് ആയിട്ട് മാറിയത്. വൈ ഡസ് ദ ചൈൽഡ് നോട്ട് കംപ്ലൈൻ ഹാവിങ് വെയിറ്റ് ഫോർ ട്രെയിൻ? എന്തുകൊണ്ടാണ്? അതൊരു പാലസ് ആണ് അല്ലേ, എന്തിൻ്റെയാണ്? അഡ്വഞ്ചറിൻ്റെയും അതുപോലെ ഇതിൻ്റെ എന്താണ് ഫണ്ണിൻ്റെയും ഒക്കെ ഒരു പാലസ് ആയിട്ടാണ് ആ കുട്ടിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ. അതുവരെ കാണാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളും ആദ്യമായിട്ട് കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ നമുക്കും നമ്മൾ ആ രീതിയിലുള്ള ഇമാജിനേഷൻസിലേക്ക് പോകുമ്പോൾ ഇതേ ഫീലിങ്സ് നമുക്കും വരും. ചെസ്റ്റർട്ടൺസ് പ്ലീ ഫോർ റൊമാൻറ്റിക് വ്യൂ ഓഫ് ദ ഇൻകൺവീനിയൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇത് മുഴുവനാണ് ശരിക്കും പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ദ എസ്സേ ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് ആൻ എക്സസൈസ് ഇൻ പാരഡോക്സിക്കൽ ഹ്യൂമർ. ഇതിനെയാണ് പാരഡോക്സിക്കൽ ഹ്യൂമർ എന്ന് നമുക്ക് പറയുന്നത്. ഇതേ കഥ തന്നെയാണ് നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരഡോക്സിക്കൽ ഹ്യൂമറാണ് നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ക്രിയേറ്റീവ് അക്കാദമി കൽപ്പറ്റ.